ആണ് കേട്ടോ. അപ്പൊ എന്റെ കുഞ്ഞുങ്ങളെല്ലാവരും അവധിക്കാലം നന്നായിട്ട് ആഘോഷിക്കായിരിക്കും അല്ലെ? എന്നാൽ ടീച്ചർക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മക്കളോട് പറയാനുണ്ട്. എന്തായാലും 2 മാസം അവധിക്കാലാണ് അല്ലെ? അപ്പൊ നിങ്ങൾ എല്ലാവരും നല്ല രസമായിട്ട് ഈ മാസങ്ങൾ എൻജോയ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയായിരിക്കും. അപ്പൊ പുറത്തു പോയി കളിക്കുക എന്നുള്ളത് നിങ്ങളുടെ എല്ലാവരുടെയും ലിസ്റ്റിൽ ഉണ്ടാവും അല്ലെ? ക്രിക്കറ്റ് കളിക്കാം, ഫുട്ബോൾ കളിക്കാം, ഇഷ്ടപ്പെട്ട എന്ത് കളികളും നിങ്ങൾക്ക് കളിക്കാം. അപ്പോൾ നിങ്ങൾ പകൽ സമയങ്ങൾ ഇതിനായിട്ട് തിരഞ്ഞെടുക്കണ്ട എന്നാണ് മിസ്സിന് പറയാനുള്ളത്. കാരണം എന്താ, ഇപ്പൊ പുറത്തൊക്കെ നല്ല വെയിലാണ് അല്ലെ? ഒരുപാട് ആളുകൾക്ക് സൂര്യാഘാതം ഏൽക്കുന്നുണ്ട്, സൺബേൺ ഏൽക്കുന്നുണ്ട്, അതേപോലെ തന്നെ ചില ആളുകൾക്ക് തലകറക്കം സംഭവിക്കുന്നുണ്ട്. അപ്പൊ പുറത്തൊക്കെ പോയിട്ട് നിങ്ങൾ കളിക്കാവുന്ന സമയത്ത് അല്ലെ, അത് പ്രത്യേകിച്ച് ഈ പറയുന്ന നല്ല വെയിലുള്ള സമയത്ത് കളിക്കുമ്പോൾ നിങ്ങൾക്കും കുറേ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ സമയങ്ങളിലുള്ള വെയിലത്തുള്ള കളി നിങ്ങൾ എന്ത് ചെയ്യുക, ഒഴിവാക്കുക. നമുക്ക് വൈകുന്നേരങ്ങളുണ്ടല്ലോ അല്ലെ, എൻജോയ് ചെയ്ത് നിങ്ങൾക്ക് ആ സമയത്ത് കളിക്കാം. അതേപോലെ തന്നെ ഇപ്പൊ പകൽ സമയങ്ങളിൽ ടീച്ചർ പറഞ്ഞല്ലോ നിങ്ങളോട് കളിക്കണ്ട എന്ന്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, വീടിന്റെ ഉള്ളിൽ നിന്ന് കളിക്കാന്ന് വിചാരിക്കുക അല്ലെ? അപ്പൊ പല മക്കളും അതിനായിട്ട് സെലക്ട് ചെയ്യുന്ന ഒരു വഴി എന്ന് പറയുന്നത് ഫോണിൽ ഗെയിം കളിക്കുക, ലാപ്ടോപ്പിൽ ഗെയിം കളിക്കുക, ഇതൊക്കെ തന്നെ ആയിരിക്കും അല്ലെ? പക്ഷെ എപ്പോഴും ഇങ്ങനെ ഗെയിം കളിച്ചുകൊണ്ടിരുന്നാൽ 2 മാസം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ണട വെക്കാം. അപ്പൊ ഫുൾ ടൈം ഈ ഗെയിം കളിക്കുക എന്നുള്ള പരിപാടി ഒഴിവാക്കിയിട്ട് കുറച്ച് സമയം അല്ലെ, നിങ്ങളുടെ സ്ക്രീൻ ടൈം, അതായത് നമ്മൾ ഈ മൊബൈൽ യൂസ് ചെയ്യുന്ന സമയം, അതേപോലെ തന്നെ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്ന സമയം, ഇതൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങൾ എല്ലാവരും നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. പുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റോറി ബുക്ക് ആവാല്ലേ, ഇനി നിങ്ങളുടെ ബാലരമയോ നിങ്ങളുടെ കളിക്കുടുക്കയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റോറി ബുക്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇഷ്ടം പോലെ അടിപൊളി അടിപൊളി കഥകളുണ്ട്. ആ കഥകളൊക്കെ ഒന്ന് വായിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ. ഇനി അതല്ല നിങ്ങൾക്ക് ഫോണിൽ തന്നെ കളിക്കണം എന്ന് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ അല്ലെ, ആ ഫോണിൽ കളിക്കുന്ന സമയം കുറച്ച് ഉപകാരപ്രദമായിട്ട് ഉപയോഗിച്ച് നോക്കിയാലോ. അതായത് അല്ലെ, നമ്മുടെ ചാനൽസിലൊക്കെ തന്നെ എഡ്യൂട്ടൈൻമെന്റ് ആയിട്ടുള്ള, അതായത് എഡ്യൂക്കേഷനും എന്റർടൈൻമെന്റും ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് വരാറുണ്ട് അല്ലേ. അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോ, കണ്ടോ. അതേപോലെ തന്നെ കുറേ ഇൻഫർമേഷൻസ് കിട്ടുന്ന വീഡിയോസ് ഉണ്ടാവും അല്ലെ, അങ്ങനത്തെ വീഡിയോസും നിങ്ങൾ എന്ത് ചെയ്യാം, കാണാൻ വേണ്ടി ശ്രമിച്ചു നോക്കുക. അപ്പൊ കണ്ണ് കേടാകാതെ സ്ക്രീൻ ടൈം ലിമിറ്റ് ചെയ്തുകൊണ്ട് കിട്ടുന്ന സമയത്ത് അല്ലെ, ഇങ്ങനത്തെ ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ നിങ്ങളൊന്ന് എന്ത് ചെയ്യുക, ഇനിയുള്ള ദിവസങ്ങള് ചിട്ടപ്പെടുത്തുക. പിന്നെ ടീച്ചർക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് വെള്ളം കുടിക്കുന്ന കാര്യം തന്നെയാണ് കേട്ടോ. വെള്ളം കുടിക്കാൻ മറക്കരുത്. എത്ര നന്നായിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടി പറ്റുന്നോ നന്നായിട്ട് എന്ത് ചെയ്യുക, എല്ലാവരും വെള്ളം കുടിക്കുക. അപ്പൊ നിങ്ങൾ മാത്രം കുടിച്ചാൽ പോരാ അല്ലെ, എന്ത് ചെയ്യുക, പുറത്തല്ലേ ഒരു പാത്രത്തില് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു വെള്ളം മാറ്റി വെക്കുക. എന്തിനു വേണ്ടിയിട്ടാ, നമ്മുടെ ചുറ്റുപാടും കുറേ ജീവജാലങ്ങളുണ്ട് അല്ലെ, ഈ വെയിലത്ത് അവർക്കും ദാഹിക്കത്തില്ലേ, അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് അല്ലെ കുറച്ച് വെള്ളം നിങ്ങൾ എന്ത് ചെയ്യുക, മാറ്റി വെക്കുക. അങ്ങനെ നിങ്ങളുടെ അവധിക്കാലം നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക. പഠിത്തം ഒന്നുകൂടി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് അല്ലെ ശ്രമിക്കുക. ഇതൊക്കെയാണ് ടീച്ചർക്ക് പറയാനുള്ളത്. അപ്പൊ എങ്ങനെ ഈ പറയുന്ന വെക്കേഷൻ അടിപൊളിയാക്കാം എന്നുള്ള സജഷൻസ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് താഴെ കമന്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവരും അടിച്ചു പൊളിച്ച് വെക്കേഷൻ ആഘോഷിച്ചിട്ട് വായോട്ടോ.